ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ഗോതമ്പ് ദോശയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഗോതമ്പ് ദോശയാണ്. ഇങ്ങനെ നിങ്ങൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് തോന്നൂല കേട്ടോ. ഞാനിതിൽക്കൊരു ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ കറിയൊക്കെയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കനം കുറച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ക്രിസ്പി ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ അങ്ങോട്ട് ക്രിസ്പി ആക്കി എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു തേങ്ങാ ചട്നി കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് ലൂസ് വാങ്ങിയ ഗോതമ്പ് പൊടിയാണ്. അതൊരു ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് റവ ഇത്ര ചേർത്ത് കൊടുക്കേണ്ടെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളൊരു വിസ്ക് വെച്ചിട്ട് നല്ല ഒന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇത്ര വെള്ളം പോരാ കേട്ടോ, നമുക്ക് വെള്ളം കുറേ വേണം. നമ്മളിത് നല്ല ലൂസിലാണ് കലക്കിയെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് കട്ടകൾ ഉടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 1 കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾ കപ്പിൽ അളന്ന് ഒഴിക്കണത് നിങ്ങൾക്ക് കറക്റ്റ് അളവ് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും വിസ്ക് വെച്ചിട്ട് നന്നായി കലക്കി കൊടുത്തിട്ട് വീണ്ടും 1 കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ 5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല ക്രിസ്പി ആക്കിയിട്ടൊക്കെ ഗോതമ്പ് ദോശ എടുക്കുകയാണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ വേഗത്തിൽ ക്രിസ്പി ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതിവിടെ അടച്ചു വെക്കാം. അതിലേക്കുള്ള ചട്നി തയ്യാറാക്കോളം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ നേരമൊന്നും വെച്ചിട്ടില്ല, ഒരു 10 മിനിറ്റ്. എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ റവയൊക്കെ കുതിർന്ന് വന്നിട്ട് നമ്മളെ ബാറ്റർ കുറച്ച് തിക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഈ 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ ദോശക്ക് കുറച്ച് കനം തോന്നിയപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ നമ്മൾ ഒന്ന് ചുട്ടെടുത്തപ്പോൾ തന്നെ എനിക്കതൊരു ലേശം കനം തോന്നി. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ എണ്ണ തടവി കൊടുക്കുക. നല്ലോണം പാന് ചൂടായതിന് ശേഷം കേട്ടോ എനിക്കിതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പരത്തി കൊടുക്കണ്ട, ഇതുപോലെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. പരത്തി കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ചാൽ ഇത്ര ലൂസിൽ മാവ് കലക്കിയെടുക്കണ്ട. അപ്പോൾ ഇതാ നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഒരു പുറം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കാനൊക്കെ സിമ്പിളാണ്. നമുക്ക് എളുപ്പത്തിൽ ഇത് പാനിൽ നിന്നൊക്കെ വേറിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ മറിച്ചിട്ടെടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് എണ്ണ തടവി, നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തടവി കൊടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ തടവി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കണതല്ലേന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പുറം മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ പുറം ഒന്നുകൂടി മുരിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ പല 2-3 ഐറ്റം ഗോതമ്പ് ദോശ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോയിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും
ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസുകൾ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. കണ്ടു നോക്കണേ. അപ്പോൾ അതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. എളുപ്പത്തിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഗോതമ്പും റവയായതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ആയിരിക്കും. ഇതേപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.